ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാം. ഞാൻ ഇന്ന് എൻ്റെ പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. 16 Pro Max ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതിലാണ് നമ്മൾ ഇന്ന് എൻ്റെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് മീഷോ എന്നുള്ള കുറച്ച് വെസ്റ്റേൺ കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡെനിം സ്കേർട്ട്, അതേപോലെ ഒരു നീ ലെങ്ത് ജോർജറ്റ് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സ്, അതേപോലെ തന്നെ ഷർട്ട്, ഓവർ സൈസ്ഡ് ഷർട്ട്സ് ആണ്. ഒരു 3 ഷെയ്ഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. എൻ്റെ കറണ്ട് ഫേവറേറ്റിൽ വരുന്ന ഷർട്ട്സ് ആണ് കേട്ടോ. അത് എൻ്റെ വാർഡ്രോബിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷർട്ട്സ് ആണ്. സോ അത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഹുഡീസിന് സെറ്റ് ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു ഹോളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ആ പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് കാണിച്ചു തരാം. ഇതൊരു നീ ലെങ്ത്തിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് വരുന്നത്. ഒരു മൾട്ടി കളേർഡ്, ലൈക്ക് ഒരു ഡിം മൾട്ടി കളേർഡ് ആയിട്ട് ഒരു കാരമൽ, അതേപോലെ ക്രീം, വൈറ്റ്, പീച്ച്, ലൈക്ക് ഒരു മസ്റ്റാർഡ് യെല്ലോ, അങ്ങനെ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ, ആ ഒരു സ്റ്റാൻഡേർഡ് തരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത്. സോ സ്ലീവിലേക്ക് വരുവാണെങ്കിൽ 3/4 ലെങ്ത് ആണ്. എൻഡിലേക്ക് ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബലൂൺ കൈൻഡ് ഓഫ് ലൈക്ക് ആ ഒരു സ്ലീവ് ആണ്. പിന്നെ ഇവിടേക്ക് വരുവാണെങ്കിൽ ചൈനീസ് നെക്ക്, ഇവിടെ ഫ്രണ്ടിൽ ഒരു റോപ്പ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ലൈക്ക് ഒരു ഫ്രോക്ക് കൈൻഡ് ഓഫ് അങ്ങനെയാണ് വരുന്നത്. നീ ലെങ്ത് ആണ്. എൻഡിലേക്ക് ഫ്രില്ലൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നമ്മൾ ഈ ബ്രാൻഡഡ് കുർത്തീസ് ലൈക്ക് നമ്മൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു ടാഗ് ആണല്ലേ, അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മീഷോന്ന് വാങ്ങുന്നതിൽ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവാറുണ്ട് കേട്ടോ. സോ ഇതിനും ഉണ്ട്. ഓക്കെ, എനിവേ ഇത് നമുക്ക് സീത്രൂ ഒന്നുമല്ല, ഉള്ളിൽ നമുക്കൊരു ലൈനിങ് ഒരു പീസ് വരുന്നുണ്ട്. എനിവേ ഇത് അടിപൊളിയാണ്. എന്തായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം, മിസ്സാക്കണ്ട. അടിപൊളിയാണ്, എന്തായാലും ട്രൈ ചെയ്തോ. ചെറിയ പ്രൈസിന് നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ, നമ്മളെ ഡെനിം സ്കേർട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡെനിം സ്കേർട്ട്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു മീഷോന്ന് ഇത് ഇങ്ങനെ കുറച്ചെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക്, വൈറ്റ്, ഈ ഒരു ഷെയ്ഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. ഒന്ന് വാങ്ങിച്ച് അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് സ്റ്റോക്ക് ഔട്ടായി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റണമല്ലോ. ഞാൻ കാണിച്ചു തന്നിട്ട് അതിലെന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ. അപ്പോൾ ഞാനത് സ്റ്റോക്ക് ഔട്ടായി. പക്ഷെ ഇത് അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അപ് ടു 36 സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ നോർമൽ പാൻസ് ലൈക്ക് ബോട്ടം വെയർ ഞാൻ എടുക്കാറ് 34 ആണ്. അപ്പോൾ ഇതും ഞാൻ 34 ആണ് എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ലൊരു കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളെ ആ ഒരു ഡെനിം സ്കേർട്ട്. ഫ്രണ്ടിൽ അപ്പോൾ ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഡെനിം സ്കേർട്ട് വെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ചിലത് ബാക്കിലായിരിക്കാം, ചിലത് ഫ്രണ്ടിലായിരിക്കാം. ഓരോരോ സ്കേർട്ടിനനുസരിച്ച് അത് ചേഞ്ച് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് തന്നെ കുറച്ച് ലെങ്ത് കൂടുമ്പം അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലാണ് ഓപ്പൺ വരുന്നത്. പക്ഷെ ഈ ഒരു ഓപ്പൺ അത്ര അങ്ങോട്ട് ലെങ്ത്തിലല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല നീറ്റായിട്ട്, നല്ല വൃത്തിക്ക്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഓൾസോ നല്ലൊരു ലൈക്ക് ബോഡിക്കോൺ ഫിറ്റിൽ ഇങ്ങനെ ബോഡി ഹഗ് ചെയ്തിട്ട് അങ്ങനെ ഒന്നുമില്ല, കുറച്ചൊരു റിലാക്സ്ഡ് ഫിറ്റിലാണ് ഈ ഒരു സ്കേർട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. രണ്ട് ഭാഗത്തും ഫ്രണ്ടിൽ പോക്കറ്റ് വരുന്നുണ്ട്. സോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ബാക്കിലൊന്നും ഒരു വൃത്തികേടില്ല കേട്ടോ വെയർ ചെയ്ത് കഴിഞ്ഞിട്ട്. ചിലത് നമ്മൾ വിചാരിക്കും കുറച്ച് ചില സ്കേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാക്കൊക്കെ അങ്ങനെ നമുക്ക് വൃത്തിക്ക് വെയർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ വരും. പക്ഷെ ഇതൊന്നും അങ്ങനെയില്ല. എനിക്ക് നല്ല വൃത്തിക്ക് എന്നാ തോന്നിയിട്ടുള്ളത്. സോ എൻ്റെ ബോട്ടം വെയർ നോർമൽ സൈസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ വന്നിട്ടുള്ളത് എനിക്ക് നല്ലൊരു റിലാക്സ്, നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളെ സ്കേർട്ട്. ഇതിന് 500 അറൗണ്ട് ആ ഒരു പ്രൈസാണ് വരുന്നത്. നല്ല വർത്തായിട്ട് തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പോൾ പുറത്ത് പോയിട്ടൊക്കെ ഷോപ്പിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ എന്തായാലും 1000 എബോവ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ,
അപ്പോൾ അതാണ് നമ്മളെ സ്കേർട്ട്. അപ്പോൾ ആ സ്കേർട്ടിന് ഞാൻ ഇട്ടിട്ടുള്ള ഷർട്ടിലേക്ക് കടക്കാം. അതായത് ഞാൻ അതിൻ്റെ ടോപ്പായിട്ട് ഇട്ടിട്ടുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഷർട്ട്സ് ട്രൈ ചെയ്തെന്ന്, അതിലുള്ള ഒരു ഷർട്ടാണ് ഞാൻ അതിന് ടോപ്പായിട്ട് വെയർ ചെയ്തിട്ടുള്ളത്. അതായത് ഇതാണ് ആ ഒരു ടൈഡയിൽ വന്നിട്ടുള്ള ഈ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ലൈക്ക് ഒരു ലൂസ് ഫിറ്റ്, ബാക്കിലേക്ക് ഇങ്ങനെ ലൂസായിട്ട് കിടക്കൂലേ, ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഷർട്ടാണ്. ഒരു റിലാക്സ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുണ്ട്, ലൈക്ക് ബട്ടൺ ഒന്നുമില്ല, നല്ല വൃത്തിക്ക് നമുക്ക് സ്ലീവ് ഒക്കെ നിന്നോളും. 3/4 ലെങ്ത് ആണ് സ്ലീവ് വന്നിട്ടുള്ളത്. സോ കോളേർഡ് ആണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ സൈസ് നിങ്ങൾ ഒരു സൈസ് അപ്പ് എടുക്കുക, അപ്പോഴേ നിങ്ങൾക്ക് ഞാൻ വെയർ ചെയ്ത ആ ഒരു ഫിറ്റിൽ കിട്ടും. ഒരു സൈസ് അപ്പ് എടുക്കുക. ഇത് നിങ്ങൾക്ക് ലൂസ് ഫിറ്റ്, ബാഗി ഫിറ്റ്, ബോട്ടത്തിൻ്റെ കൂടെ ലൈക്ക് സ്കേർട്ട് ആണെങ്കിലും ഒക്കെ തന്നെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഞാൻ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വേറെ തന്നെയാണ് കേട്ടോ വരുന്നത്, അതായത് ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. സോ ഞാൻ വേറെ ചെയ്യും ഇതേപോലത്തെ തന്നെ, എന്നാൽ വേറെ ഞാൻ ഇതേപോലത്തെ തന്നെ വേറെ ചെയ്യും. അതായത് ലൈക്ക് ഇതൊരു ഷോപ്പിൽ, ലൈക്ക് ഓരോ ഷോപ്സ് ആയിട്ടാണല്ലോ വരെ മീഷോയിൽ തന്നെ. അപ്പോൾ ഈ ഒരു ഷോപ്പിലുള്ളതാണ് ഈ ഒരു സംഭവം ട്രൈ ചെയ്തത്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുമായിരിക്കും, ഫിറ്റിംഗ് ഒക്കെ വേറെയും ഡിഫറെൻ്റ് ആയിട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ട് വേറെയും 2 കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരൊറ്റ ഷോപ്പിൽ നിന്നുള്ളതാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒന്ന് ഈ ഒരു കാരമൽ ആൻഡ് വൈറ്റ് ഈ ഒരു ടൈഡയിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, സെയിം ഇതേപോലെ തന്നെയാണ് വരിക. ഇതിൻ്റെ കളർ ഡിഫറൻസ് ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ കൂടെ കണ്ടോ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബട്ടൺ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. ഇത് ഡിഫറെൻ്റ് ആണ് കേട്ടോ, ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇതിൻ്റെ ആ ഒരു സെക്ഷൻ ലൈക്ക് ആ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ലൈക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ആ ഒരൊറ്റ ഇതെന്നാണ് ഞാൻ ഇതും ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതും ഒക്കെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്, കുറച്ചുകൂടി ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ലെങ്ത്ത് ഇത് വലിയ കംഫർട്ട് അല്ലാന്ന് തോന്നുന്നവർക്ക് ഇത് മസ്റ്റ് ബൈ ആണ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ലെങ്ത്ത് വരുന്നുണ്ട്. ഇതൊരു ലൈറ്റ് പിങ്ക്, ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് പിങ്കിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ളത് ചൈനീസ് നെക്ക്, ബട്ടൺസ് ഒക്കെ നമുക്ക് ലൈക്ക് സെയിം തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സ്ലീവ് വന്നിട്ടുള്ളത്, സ്ലീവും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ സ്ലീവിൻ്റെ എൻഡിൽ ബട്ടൺസ് ആണ് വരുന്നത്, ലൈക്ക് ഒരു ഷർട്ട് മാതിരി ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ലൈക്ക് സൈസ് വന്നിട്ടുള്ളത് ഒരു സൈസ് അപ്പായിട്ടാണ്. ഇത് 3 1 സൈസ് അപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് വരുന്നത് ഇതിൻ്റെ ഏകദേശം ലെങ്ത്ത് നമ്മൾ ഇതുപോലെ തന്നെ, ഇതിൻ്റെ ഏകദേശം ഒരു ലെങ്ത്തും ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. യെസ്, ഇതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കളർ ഡിഫറൻസ് മാറിപ്പോയെന്ന് തോന്നുന്നു. എന്തോ ആണ് കേട്ടോ, കളർ ഡിഫറൻസിൽ വന്നിട്ടുള്ള ഒരു സെയിം ഷോപ്പിൽ നിന്ന് എടുത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇത് മാത്രം സെപ്പറേറ്റ് എടുത്തതാണെന്ന് തോന്നുന്നു, ലെങ്ത് എന്തോ കണ്ടിട്ട്. സോറി, ഇതങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ലൈക്ക് എനിക്ക് ആ ഒരു ഇത് വിട്ടുപോയതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ എന്തായാലും മൂന്ന് ഷർട്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ലൈക്ക് കോളേർഡ്, നമ്മൾ മറ്റേ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ കോളേർഡ് നെക്ക്, സ്ലീവ് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു സ്ലീവ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കളറിലാണ്, ഒരു കാരമൽ ആൻഡ് വൈറ്റ് ടൈഡയിൽ വന്നിട്ടുള്ളതാണ്. എനിവേ ഇത് രണ്ടും കളർ ഡിഫറൻസിൽ വരുന്നതാണ്, പക്ഷെ ഇതിൽ തന്നെ വേറെയും ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ നിങ്ങൾ ആ ഒരു ലിങ്ക് ത്രൂ തന്നെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ആ ഒരു സെക്ഷനിൽ പോയിട്ട് ലൈക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചു അതിൽ തന്നെ മറ്റേത് പോയിട്ട് എടുക്കാതെ ഞാൻ കൊടുത്തിട്ടുള്ള, ഞാൻ 3ൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോന്നും ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ട് തന്നെ 3ൻ്റെയും ലിങ്ക് ആഡ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ തന്നെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ട്രൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയത് ഇങ്ങനെ വന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഇതിനും ഈ ഒരു 3 ഇതിനെല്ലാം കൂടി വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ബോട്ടം കാണിച്ചു തരാം. ഇത് ഞാൻ വേറെയും കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ബോട്ടം കാണിച്ചു തരാം. ഇതൊരു വൈറ്റ് ബോട്ടം, അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടം, ഒരു തിൻ ഡെനിം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ മീഷോ എന്നാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇത് സ്റ്റോക്ക് ഔട്ട് ആണ്. പക്ഷേ ഇനി മേ ബി നിങ്ങളെങ്ങാനും സെർച്ച് ആക്കുന്ന സമയത്ത് വരാനും ചാൻസ് ഉണ്ട്, വന്നും പോയി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ, അഥവാ നിങ്ങൾക്ക് അത് കിട്ടുവാണെങ്കിൽ മസ്റ്റ് ബൈ പറയാവുന്ന ഒരു ബോട്ടം ആണ്. ഞാനിപ്പോൾ ഇത് തന്നെ ഇടല്, കാരണം അത്രയും കംഫർട്ടബിൾ ആണ്, അത്രയും അടിപൊളി ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ഇങ്ങനെ ലൈക്ക് ഒരു ഫോൾഡ് ചെയ്ത മാതിരിയൊക്കെ വരുന്നുണ്ട്.
ഞാൻ ഇട്ടപ്പായതാട്ടോ. ഓക്കെ, എൻഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത മാതിരിയൊക്കെ വരുന്നുണ്ട്. എനിവേ ഇത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര വേർത്താണ്. 450 എങ്ങാനെ ഇതിന്റെ പ്രൈസും വരുന്നുള്ളൂ. ഇത് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്തായിട്ടും വാങ്ങിച്ചോ. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഈ ഒരു ഷർട്ട് ഡ്രസ്സാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള, എനിക്ക് മാറിപ്പോയതാണ്, ഒരു സൈസ് അപ്പ് എടുക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റിൽ വെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എൻ്റെ നോർമൽ എക്സൽ സൈസാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എക്സൽ ആണ് നിങ്ങൾ നോർമൽ സൈസ് എങ്കിൽ XXL ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ എനിക്ക് ചെറുതായിട്ട് ലൈക്ക് ഒരു ഫിറ്റ് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാനത് അങ്ങനെ നിങ്ങളെ കാണിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു ഫിറ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു സൈസ് അപ്പ് എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഷർട്ട് ലൈക്ക് ബട്ടൺസ് ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ്. എൻഡിൽ ഇങ്ങനെ ബലൂൺ കൈൻഡ് ഓഫ് ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ലീവ് ആണ്. ഓക്കെ, അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. 600 ആണ് അറൗണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ് ആണ്. ഇതിനും ഞാൻ ഈ ഒരു ബോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഹുഡീസ് സെറ്റ് കാണിച്ചു തരാൻ പറഞ്ഞില്ല, അതാണ് ഇത്. ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓൾസോ നല്ല ഫിറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ. നല്ലൊരു ഫിറ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇതിന്റെ 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ്. എൻ്റെ ഒരു കറന്റ് ആ ഒരു ഫേവറേറ്റ് ഷെയ്ഡ്, ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂ ആൻഡ് വൈറ്റ്. അപ്പം ഞാൻ അതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിത് XXL ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ സൈസായിട്ട് വരുന്നില്ല, ഇവിടെ 3 എന്നാണ് വരുന്നത്. ഓക്കെ, അതെന്താണെന്ന് എനിക്കറിയില്ല, ഇവിടെ 3 എന്നാണ് വരുന്നത്, ഇവിടെ സൈസ് കാണിക്കുന്നില്ല. ഞാൻ പക്ഷേ XXL എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത്. വിത്ത് ക്യാപ്പ് ഒന്നും വരുന്നില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട്. ഈ എലാസ്റ്റിക് കുറച്ചുകൂടി ലൂസ് ആണെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്ക് ലൈക്ക് കുറച്ചുകൂടി നീറ്റിൽ വെയർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. സോ സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ്, നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ്, എൻഡിൽ എലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട്. ഇതൊരു ജോഗർ ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. എൻഡിൽ ഇതേപോലെ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള നല്ല തിക്ക്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇങ്ങനെ പിടിച്ച് കിടന്നുറങ്ങാൻ തോന്നുന്ന ആ ഒരു മെറ്റീരിയലാണ്. സോ ഇതിന്റെ 2 ഭാഗത്തും പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല വൃത്തിക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ നോക്കിക്കോ. സൈസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചെടുക്കാം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത്, ഞാൻ വേറെ ചെയ്ത ക്ലിപ്പൊന്നും നിങ്ങൾ കാണില്ല, കാരണം ഇത് ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. സോ ഞാനിത് എടുത്തിട്ടുള്ളത് XL ആണ് സൈസ്. കൺഫേം ചെയ്താട്ടെ, സോറി, ഞാനിത് എടുത്തിട്ടുള്ളത് XXL ആണ്. എന്നിട്ട് എനിക്കിത് ടൈറ്റ്. സോ നിങ്ങളപ്പോൾ എങ്ങനെ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഏകദേശം, എൻ്റെ നോർമൽ സൈസ് XL ആണ്. സോ ഞാനിത് XXL ചൂസ് ചെയ്തു. എന്നിട്ട് എനിക്കിത് കുറച്ച് ടൈറ്റിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അതുകൊണ്ടാണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങളൊരു ലാർജിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു XXL ഒക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് എടുക്കാം. ഏകദേശം സൈസ് നിങ്ങൾക്ക് അങ്ങനെ നോക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, വി നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ്, ലൈക്ക് എൻഡിൽ ഫ്രില്ലൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു എൻഡിലേക്ക് ഇങ്ങനെ ഫ്രില്ല് വരുന്ന ഒരു ടൈപ്പ് ടോപ്പാണ് വരുന്നത്. ടൂണിക് ടോപ്പ് അങ്ങനെ എന്തോന്ന് പറയാലോ അല്ലേ, ആ ഒരു കൈൻഡ് ഓഫ് ടോപ്പാണ്. എലാസ്റ്റിക് ബോട്ടം, ഒരു സിഗരറ്റ് ഫിറ്റിലാണ് ബോട്ടം വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ സൈസ് നല്ല ശ്രദ്ധിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഒരു കോഡ് സെറ്റ് ആണ്. അതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. ഇത്രയേ ഉള്ളൂ. കുറച്ചധികം അടിപൊളി കളക്ഷൻസ് കാണിച്ചു തന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടാവുന്നതൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാത്തിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഷോർട്ട് വീഡിയോ ഞാൻ ചിലതിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വരാം. നിങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോ അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഒരു ആരോ കാണാം. നമ്മൾ ആ ഒരു ക്യാപ്ഷൻ കൊടുത്തതിൻ്റെ മേലെയായിട്ട് ഒരു റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കാണിച്ച ലോങ് വീഡിയോയിലേക്ക് നിങ്ങൾ പോകും. സോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതിൻ്റെ ലിങ്ക്. ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും ഷോർട്സ് പോസ്റ്റ് ചെയ്യുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്ന രീതിയിലേക്ക് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ലോങ് വീഡിയോ അതിൻ്റെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവിടെ പ്രൊഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ്, അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്ങനെയാണ് കിട്ടാന്ന് ഇപ്പോഴും ഡൗട്ട് ഉള്ളവരുണ്ട്. നമ്മളെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേജ് ലൈക്ക് നമ്മളൊരു പ്രൊഫൈലിലേക്ക് പോകൂലേ, വീഡിയോസ് ഒക്കെ നോക്കുന്നത്, അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വീഡിയോസ്, ഷോർട്സ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ അത് ചെക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്ത ലിങ്ക് കാര്യങ്ങളൊക്കെ വിത്ത്
പിക്സ് അടക്കം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ കുറച്ച് വീഡിയോസിൽ ഇത് പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്, കാരണം ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും ലിങ്ക് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായതൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.